ഇതിന്റെ പ്രത്യേകത വെച്ചാൽ റെയിൻ, മഴയുടെ ശബ്ദം കേൾക്കാം. നമുക്കൊരു ഭയങ്കര പീസ് അറ്റ്മോസ്ഫിയർ നൽകും ഈ ശബ്ദം. ഒരു ആഫ്രിക്കൻ സംഗീതോപകരണമാണ് ഇത്. 20 വർഷമായി മാധ്യമപ്രവർത്തന മേഖലയിലെ ചരിത്രത്തോടൊപ്പം സഞ്ചരിക്കുകയും ഈ മേഖലയിൽ നിറഞ്ഞു നിൽക്കുകയും ചെയ്യുന്ന താരമാണ് എസ് വിജയകുമാർ. എന്നാൽ ഇദ്ദേഹം ഒരു കലാകാരനാണ് എന്നത് അറിയാത്തവരാണ് ഏറെയും. ന്യൂസ് ഡെസ്കിൽ വാർത്തകളുടെ ലോകത്ത് നിന്ന് പുറത്തു വന്നാൽ വ്യത്യസ്തങ്ങളായ വാദ്യങ്ങളിൽ താളം പിടിക്കുന്ന ഒരു കലാകാരനെ നമുക്ക് കാണാം. അദ്ദേഹമാണ് ഇന്നത്തെ നമ്മുടെ അതിഥി എസ് വിജയകുമാർ. സൺഡേ ആയി കഴിഞ്ഞാൽ രാവിലെ മോസ്റ്റ്ലി ഇതൊക്കെ രണ്ടുപേരും കൂടെ ഇവൻ പാടും, പുള്ളി കൊട്ടും. कागज के दो पंख लिखे उड़ा जाला हाय रे जहां नहीं जाना था ये वही चला हाय रे. വാർത്താ മാധ്യമ യാത്രക്കിടയിലും ഞാൻ ഇടയ്ക്ക് എൻ്റെ താളബോധം ഒന്ന് പൊടി തട്ടി എടുക്കാറുണ്ട്. കുറച്ച് സംഗീതോപകരണങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം പറയാമല്ലോ, ഇതൊന്നും ഞാൻ പഠിച്ചിട്ടേ ഇല്ല, ശാസ്ത്രീയമായി ഒന്നും പഠിച്ചിട്ടില്ല. അങ്ങനെ ശാസ്ത്രീയമായി പഠിച്ച് ഈ ഒരു മേളക്കാരനാണോ എന്ന് എനിക്ക് തോന്നിയിട്ടുമില്ല. പക്ഷെ അതിനോടൊരു കമ്പം ഉള്ളത് കൊണ്ട് അത് വാങ്ങും, കുറച്ചൊക്കെ തന്നെ ഒന്ന് പ്ലേ ചെയ്ത് നോക്കും. കഴിഞ്ഞ 2 പതിറ്റാണ്ട് 20 വർഷമായി ദൃശ്യമാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്നു. തുടക്കം ഇന്ത്യ വിഷനിലായിരുന്നു. ഇന്ത്യ വിഷനിൽ 2005 ഒരു ട്രെയിനി ജേർണലിസ്റ്റായി ജോലി തുടങ്ങിയതാണ്. ഇപ്പോൾ 24 അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് എഡിറ്ററാണ്. ഞങ്ങൾ ഒരു ബാച്ച് ഇന്ത്യ വിഷനിൽ ഏതാണ്ട് 10 പേര് ഉണ്ടായിരുന്നു. 10 പേര് 2005 വരുന്ന സമയത്ത് ഉണ്ടായിരുന്നതിനേക്കാൾ നമ്മുടെ ദൃശ്യമാധ്യമ രംഗമൊക്കെ വലിയ തോതിൽ സാങ്കേതികമായി മാത്രമല്ല അല്ലാതെയും അതിൻ്റെ സ്വഭാവത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടായി. വേറൊരു തരത്തിലേക്ക് ദൃശ്യമാധ്യമ രംഗം കേരളത്തിൽ മാറി. ആ മാറ്റത്തിനൊപ്പം ആ മാറ്റം കണ്ട് അതിൻ്റെ ഭാഗമായി നിന്ന ഒരു ബാച്ചാണ്, ഒരു ടീമാണ് ഞങ്ങൾ എന്ന് വേണമെങ്കിൽ ഒരു തരത്തിൽ സന്തോഷത്തോടെ അഭിമാനത്തോടെ പറയാൻ കഴിയും. ഞാൻ യഥാർത്ഥത്തിൽ ഒരു മാധ്യമപ്രവർത്തകൻ ആകണം എന്നത് എൻ്റെ ഒരു ആഗ്രഹം ഒരു ഹൈസ്കൂൾ കാലത്ത് തുടങ്ങിയതാണ്. എൻ്റെ ഒരു അധ്യാപകനാണ് എന്നോട് ഇതൊരു ജേർണലിസം ഒരു നല്ല പ്രൊഫഷനാണ് എന്ന് എന്നോട് പറഞ്ഞു. അന്നൊന്നും ഇതെന്താണ് എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. പക്ഷെ പിന്നീട് നമ്മൾ ഡിഗ്രി PG പഠനകാലത്താണ് ഇതിലെ ജേർണലിസം പഠിക്കാനൊരു തീരുമാനം ഒക്കെ ഉണ്ടായത്. ഞാനൊരു ഭാരതീയ വിദ്യാഭവനിലാണ് ജേർണലിസം പഠിച്ചത്, കോട്ടയത്ത്. എൻ്റെ PG കൊമേഴ്സിലായിരുന്നു. ഞാൻ MCOMന് പഠിക്കുന്ന സമയത്താണ് അതിനൊപ്പം ഈ ജേർണലിസത്തിൻ്റെ ക്ലാസ് കൂടി ഭാരതീയ വിദ്യാഭവനിൽ ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് ഒരു വിഷയമെന്ന നിലയിൽ ജേർണലിസം പഠിച്ചു തുടങ്ങിയത്. പിന്നീട് ഞാൻ PG കഴിഞ്ഞ നാട്ടിലൊരു കോളേജിൽ ഗസ്റ്റ് അധ്യാപകനായി കുറച്ചുനാൾ ജോലി ചെയ്തു. അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇന്ത്യ വിഷനിൽ ജേർണലിസ്റ്റ് ട്രെയിനീസിനെ എടുക്കുന്നുണ്ട് എന്ന് ഞാൻ അറിഞ്ഞത്. അങ്ങനെ ആ ടെസ്റ്റ് എഴുതി. ഇപ്പോഴത്തെ ഞങ്ങളുടെയൊക്കെ ഈ മാധ്യമപ്രവർത്തനത്തിലേക്ക് ഞങ്ങളെയൊക്കെ കൊണ്ടുവന്ന NP ചന്ദ്രശേഖരൻ സാർ, NPC എന്ന് ഞങ്ങളൊക്കെ ആദരവോടെ വിളിക്കുന്ന ചന്ദ്രശേഖരൻ സാറാണ് എന്നെ വിളിച്ചിട്ട്, വിജയകുമാർ അല്ലേ, താങ്കളെ ഇന്ത്യ വിഷനിലെ ട്രെയിനി ജേർണലിസ്റ്റായി തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന വിവരം അറിയിച്ചത്. ആ സമയത്ത് നമുക്ക് വലിയ സന്തോഷം. കാരണം ഇന്ത്യ വിഷൻ എന്നത് അന്ന് കേരളത്തിൽ വാർത്തയുടെ ഒരു പര്യായമായി നമ്മൾ ചേർത്ത് വെക്കുന്ന കാലമാണ്. ഇപ്പോൾ മലയാളത്തിൽ നിൽക്കുന്ന മാധ്യമരംഗത്തുള്ള ഒത്തിരി ആളുകൾ ആ സമയത്ത് ഞങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ടുണ്ട്. അവരുടെയൊക്കെ ശിക്ഷണത്തിൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെയാണ് നമ്മൾ ഈ ജേർണലിസം എന്നത് പഠിക്കുന്നത്. യഥാർത്ഥത്തിൽ അതിൻ്റെ പ്രായോഗിക വശങ്ങൾ പഠിക്കുന്നത് അങ്ങനെയാണ്. അങ്ങനെ 2011 വരെ ഇന്ത്യ വിഷനിൽ തുടർന്നു. പിന്നീട് ചാനലുകൾ മാറി. അങ്ങനെ നമ്മളിതാ 24 എത്തി നിൽക്കുന്നു. ഈ സ്ഥാപനം എനിക്ക് വേറൊരു എക്സ്പീരിയൻസ് ആണ് തരുന്നത്. ഞാൻ എൻ്റെ വാർത്താ യാത്രയുടെ ഏതാണ്ട് ഒരു 12 വർഷം ഞാൻ ബ്യൂറോയിൽ ഒരു റിപ്പോർട്ടറായിരുന്നു, ഒരു മാധ്യമപ്രവർത്തകരായിരുന്നു. ബ്യൂറോ ആയിരുന്നു എൻ്റെ ജീവിതം. 2016 മുതൽ ഞാൻ ഡെസ്കിൻ്റെ ഭാഗമായി. പിന്നീട് ഇപ്പോൾ 2025 നമ്മൾ സംസാരിക്കുന്ന ഈ സമയം വരെ ഒരു ന്യൂസ് ഡെസ്കിൻ്റെ ഭാഗമായി ജോലി ചെയ്യുന്നു. അതിനിടയിൽ വാർത്താ അവതാരകനായി പല പുതിയ പരീക്ഷണങ്ങൾക്കും അതിൻ്റെയൊക്കെ ഭാഗമായി അതിൻ്റെയൊക്കെ ഒപ്പം യാത്ര ചെയ്തു. ആ പല പരീക്ഷണങ്ങളും ആളുകൾ സ്വീകരിച്ചു. വേറൊരു തരത്തിൽ വാർത്തകളെ സമീപിക്കാനും അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുമുള്ള പുതിയ ട്രെയിനിങ് ആയിരുന്നു 24 എനിക്ക് നൽകിയത്. മാധ്യമപ്രവർത്തനം ഒരു തൊഴിൽ മേഖലയായി, ഒരു കരിയറായി, ഒരു പ്രൊഫഷനായി സ്വീകരിക്കേണ്ടവർ ഉറപ്പായും നല്ല സ്ഥാപനങ്ങളിൽ നിന്ന് അത് പഠിക്കുക എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏതെങ്കിലും ഒരു ജോലി ചെയ്യുന്നത് പോലെ ചെയ്തു പോകാൻ കഴിയുന്ന ഒരു ജോലിയല്ല മാധ്യമപ്രവർത്തനം.
അതിൻ്റെതായ രീതിയുണ്ട്. ഇപ്പോൾ അതിനതൊരു സമയ ക്ലിപ്തതയൊന്നുമില്ല. നമ്മൾ മുഴുവൻ സമയവും നമ്മൾ ഈ ജോലിയിൽ ഇൻവോൾവ് ആകേണ്ടതുണ്ട്. നല്ല പൊതുബോധം, രാഷ്ട്രീയ ബോധം, നിരീക്ഷണ പാഠവും, അങ്ങനെ കുറെ സംഗതികൾ ഈ ജോലിക്ക് വേണ്ടതുണ്ട്. എന്താണ് അടുത്തൊരു സ്വപ്നം എന്ന് ഞാൻ ചോദിച്ചാൽ എന്തായിരിക്കും? നമ്മളെ സംബന്ധിച്ച് ഈ ജോലി ഇത് നമ്മളുടെ ഒരു കരിയർ ആണ്. നമ്മൾ ഇഷ്ടപ്പെട്ട് കണ്ടെത്തിയ ഒരു തൊഴിൽ മേഖലയാണ്. അതിൽ മുന്നോട്ട് പോകാൻ തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നു. ഇനിയും ധാരാളം സഞ്ചരിക്കാനുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇതുവരെ സഞ്ചരിച്ചതൊന്നുമല്ല, ഇനിയും ദൂരം മുന്നിലുണ്ട്. പോകാനേറെ ദൂരമുണ്ട് മുന്നിൽ എന്ന് നമുക്ക് എല്ലാവർക്കും നല്ല ബോധ്യമുണ്ട്. അങ്ങനെ പോകാൻ പറ്റുന്നിടത്തോളം ഈ ഊർജം, നമുക്ക് കിട്ടുന്ന ഊർജവും സംഭരിച്ച് നമ്മൾ അങ്ങനെ നീങ്ങും. പോകാൻ പറ്റാവുന്ന ദൂരത്തോളം പോട്ടെ എന്നുള്ളതാണ് അതിൽ പറയാനുള്ളത്. എന്താണ് പാഷൻ എന്ന് ചോദിച്ചാൽ, ഈ നമ്മളുടെ വാർത്താ യാത്ര മാറ്റിവെച്ചാൽ, അത് മാറ്റിവെക്കലല്ല, അതിന്റെ ഭാഗമായി തന്നെ ഞാൻ കൊണ്ടുപോകുന്നതാണ്. എനിക്ക് കുറച്ച് മേളക്കമ്പമുണ്ട്, താളക്കമ്പമുണ്ട്. സംഗീതമൊന്നും പാട്ടൊന്നും നമുക്ക് വഴങ്ങത്തേയില്ല, പക്ഷെ കുറച്ച് മേളം ഉണ്ട്, കുറച്ച് താളമുണ്ട്, കുറച്ച് താളബോധമുണ്ട്. അത് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ എനിക്ക് ആ താളബോധം ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഞാൻ ഈ ഇരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ വെറുതെ താളം പിടിക്കും. അപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ ക്ലാസ്സിലെ ബെഞ്ചിൽ നമ്മൾ ഒരാൾ പാടും, ഒരാൾ കൊട്ടും, ഗാനമേളയാണ്. അത് നമുക്ക് കിട്ടുന്ന ഫ്രീ ടൈമിലെ നമ്മളുടെ ഒരു ഹോബിയാണ്, ഒരു വിനോദമാണ് ഈ ഗാനമേള. അങ്ങനെ താഴത്തോടര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ബെഞ്ചിൽ, ഡെസ്കിൽ താളം പിടിച്ചു തുടങ്ങിയതാണ്. ഇപ്പോൾ ഈ പറയുന്ന നമ്മുടെ വാർത്താ മാധ്യമ യാത്രക്കിടയിലും ഞാൻ ഇടയ്ക്ക് എൻ്റെ താളബോധം ഒന്ന് പൊടി തട്ടി എടുക്കാറുണ്ട്. കുറച്ച് സംഗീതോപകരണങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം പറയാമല്ലോ, ഇതൊന്നും ഞാൻ പഠിച്ചിട്ടേ ഇല്ല, ശാസ്ത്രീയമായി ഒന്നും പഠിച്ചിട്ടില്ല. അങ്ങനെ ശാസ്ത്രീയമായി പഠിച്ച് ഈ ഒരു മേളക്കാരനാകണമെന്ന് എനിക്ക് തോന്നിയിട്ടുമില്ല. പക്ഷെ അതിനോടൊരു കമ്പം ഉള്ളത് കൊണ്ട് അത് വാങ്ങും, കുറച്ചൊക്കെ തന്നെ ഒന്ന് പ്ലേ ചെയ്ത് നോക്കും. പിന്നെ നമ്മളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ ഇതൊന്ന് ഇട്ട് നോക്ക് എന്ന് പല സുഹൃത്തുക്കളും പറഞ്ഞു. അങ്ങനെ ഇട്ട് നോക്കിയപ്പോൾ ആളുകൾ അത് കണ്ടിട്ടുണ്ട്, അഭിനന്ദനം അറിയിച്ചിട്ടുണ്ട്, കൊള്ളാം, നന്നായി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വീണ്ടും ഇടയ്ക്കൊക്കെ ഇടും. അത് അങ്ങനെ പോയി. ഇപ്പൊ എനിക്ക് എന്തെങ്കിലും ഒരു വ്യവസ്ഥാപിതമായ സംഗീതോപകരണം കിട്ടണമെന്നില്ല. അടുക്കളയിലെ ഉപകരണങ്ങളാവാം, അല്ലെങ്കിൽ കുപ്പിയാവാം, ഡെസ്ക് ആവാം, ബെഞ്ച് ആവാം, ഗ്ലാസ് ആവാം. ഇതൊക്കെ ഞാൻ എൻ്റെ ഈ താളബോധത്തിന്റെ ഉപാധികളായി, ഉപകരണങ്ങളാക്കി മാറ്റാറുണ്ട്. നമ്മളുടെ തിരക്ക് പിടിച്ച ജോലിയിൽ ഇടയ്ക്ക് കുറച്ച് സമയം അല്ലെങ്കിൽ ഒരു ഓഫ് ഡേ ഒക്കെ കിട്ടുകയാണെങ്കിൽ ഞാൻ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ഈ റൂമിലാണ്. ഇവിടെ വായനയാണ്, കുറച്ച് പുസ്തകങ്ങളൊക്കെ ഉണ്ട്. വലിയ ലൈബ്രറി ഒന്നും അല്ല, ഒരു ചെറിയ ലൈബ്രറി. ഇടയ്ക്കൊക്കെ പുസ്തകോത്സവങ്ങൾക്കൊക്കെ പോകുമ്പോൾ കുറച്ച് പുസ്തകങ്ങൾ വാങ്ങും. വായിക്കാൻ സമയം കണ്ടെത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ പലപ്പോഴും അങ്ങനെ ആഴത്തിലുള്ള വായന ഇപ്പോൾ നടക്കാറില്ല. അവാർഡുകൾ ഇവിടെ ഉണ്ട്. കിട്ടിയ അവാർഡുകൾ, ഇത് വലിയ സന്തോഷമുള്ള ഒരു പുരസ്കാരമാണ്, സ്റ്റേറ്റ് അവാർഡ്. ഇത് ഈ കഴിഞ്ഞ 2 മാസം മുമ്പാണ് സ്റ്റേറ്റ് അവാർഡ് വാങ്ങിയത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പക്കൽ നിന്നാണ് ഈ പുരസ്കാരം വാങ്ങിയത്. നമ്മളുടെ സംഗീതോപകരണങ്ങൾ ഞാൻ പലപ്പോഴും എൻ്റെ സോഷ്യൽ മീഡിയ, ഫേസ്ബുക്ക് പേജിലൊക്കെ ഇടാറുണ്ട്. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ല, ഇതൊന്നും ഞാൻ പഠിച്ചിട്ടുള്ളതേ അല്ല. പക്ഷേ എൻ്റെ ഒരു പാഷൻ, ഒരു ഇഷ്ടം, ഒരു താല്പര്യം കൊണ്ട് ഇതൊക്കെ വാങ്ങി വെച്ചതാണ്. ദർബൂക്ക എന്നാണ് ഈ ഉപകരണത്തിന്റെ പേര്. ഇത് ഒരു ടർക്കിഷ് വാദ്യോപകരണമാണ്. ഇത് നമ്മുടെ ചെണ്ടയുടെ ഒക്കെ പോലത്തെ ശബ്ദമാണ്, പക്ഷേ നല്ല രസമാണ് നമുക്കിത് ഇങ്ങനെ പ്ലേ ചെയ്യാൻ. ഇതൊക്കെ ഇൻഡിപെൻഡന്റ് ആയിട്ട് നമുക്ക് വായിക്കാം, പാട്ടൊന്നും ഇല്ലാതെയും വായിക്കാം. അതാണ് ഇതൊക്കെ ഞാൻ വാങ്ങാനുള്ള കാരണം. എനിക്ക് പാടാനേ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ഇതിങ്ങനെ ഇടയ്ക്ക് ഞായറാഴ്ചകളിലൊക്കെ ഇങ്ങനെ അങ്ങനെ വെറുതെ നമ്മുടെ രസത്തിന് പ്ലേ ചെയ്യും. ഇതിന്റെ പേര് ജംബെ എന്നുള്ളതാണ്. ഇത് കുറച്ചുകൂടി ഫെമിലിയർ ആണ് ആളുകൾക്ക്. ജംബെ ഇതിന് വെയിറ്റ് ഇല്ല, അതിന് കുറച്ച് വെയിറ്റ് ഉണ്ട്. ജംബെ ഒരു ആഫ്രിക്കൻ സംഗീതോപകരണമാണ്. ഇത് ജംബെ ആഫ്രിക്കൻ ആണ്. ഇതും ജംബെ തന്നെയാണ്, പക്ഷെ ഇത് വുഡാണ്, മരം കൊണ്ടാണ്. ഇത് നമ്മൾ ലെതറും മറ്റു സാധനങ്ങളാണ്. ഇത് വുഡാ. തബല, മൃദംഗം ഒക്കെ പോലെ ശബ്ദവും. ഇത് വുഡാണ്, വുഡൻ ജംബയാണ്. ഇത് വേറൊരു സംഗീതോപകരണം. ഇത് ടങ് ഡ്രം എന്ന് പറയും. ഇതിന്റെ പ്രത്യേകത വെച്ചാൽ ഇതിൽ ഓരോന്നിനും ഓരോ ടോണാണ്. നമുക്കൊരു ഭയങ്കര പീസ് അറ്റ്മോസ്ഫിയർ നൽകും ഈ ശബ്ദം. അത് ഇവന്റെ കുറച്ച് ബുദ്ധ പാരമ്പര്യമുള്ള ഒരു സംഗീതോപകരണമാണ്. അതിന്റെ കമ്പനം ഇങ്ങനെ നീണ്ടു നിൽക്കും. അത് ഒരു രസമുള്ള
നമുക്ക് കുറച്ച് ഈ പറഞ്ഞ ഒരു നമ്മുടെ മൂഡ് ചേഞ്ച് ചെയ്യുന്ന ഒരു സന്തോഷത്തിന്റെ അന്തരീക്ഷം നൽകും ചുറ്റും. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഇത് കോമൺ ആണ്, എഗ് ഷേക്കർ. നമ്മളത് കോമൺ ആയിട്ട് എല്ലാവരും ഉപയോഗിക്കുന്നതാണ്. നമ്മുടെ മ്യൂസിക് ബാൻഡിന്റെ എല്ലാം കയ്യിലുണ്ട് ഇങ്ങനെ. അതൊരു ഇൻഡിപെൻഡന്റ് ആയി ഇല്ല, പക്ഷെ എന്നാലും എല്ലാവരും ഉപയോഗിക്കാറുണ്ട്. ജാം ബോക്സ് എന്നാണ് ഇതിന്റെ പേര്. ഇത് ഇപ്പൊ കുറച്ച് നാളായിട്ടുള്ളൂ ഇതൊന്ന് ഫെമിലിയർ ആയി ഒരു സംഗീതോപകരണമായി വരുന്നത്. നമുക്കിത് ഒരു ഗപ്പു എന്ന് പറഞ്ഞിട്ടൊരു മ്യൂസിക് ബ്രാൻഡ് ഉണ്ട്, അവരാണ് ഇതിന്റെ ആളുകൾ, അവർ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാനിത് ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ്. അതിങ്ങനെ ഇത് പാട്ടിന്റെ കൂടെ നല്ല രസമാണ്. നമ്മൾ ഒരാൾ പാട്ട് നല്ല പാട്ട് പാടിയാണെങ്കിൽ ആ പാട്ടിന്റെ കൂടെ നമുക്ക് ഇതിങ്ങനെ പ്ലേ ചെയ്യാം. ഇതിന്റെ പേരെന്തായിരുന്നു കുഞ്ചു? ആ, കബാസ. ഇത് ഞാൻ ഇതിന്റെ പേരെപ്പോഴും മറന്നു. അതാണ് ഇതിങ്ങനെ പലപ്പോഴും പാട്ടുകൾ കേൾക്കുമ്പോൾ നമുക്കറിയാം, അത് ഇങ്ങനെ ശ്രദ്ധിച്ചേക്കാം. ഇതാണ് ഇതിന്റെ. ഇതും ഇൻഡിപെൻഡന്റ് ആയിട്ട് അങ്ങനെ ഉപയോഗിക്കാറില്ല, പാട്ടിന്റെ കൂടെ ഇടയ്ക്ക് ആളുകൾ ഉപയോഗിക്കുന്നതാണ്. ഇത് ക്ലാബ് ബോക്സ്. ക്ലാബ് ബോക്സ് എല്ലാവർക്കും അറിയാം, നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ട് ആളുകൾ ഉപയോഗിക്കുന്ന, പ്രത്യേകിച്ച് നമ്മുടെ ഈ പുതിയ സംഗീതത്തിന്റെ ഒരു അനിവാര്യ ഘടകമാണ് ക്ലാബ് ബോക്സ്. നമുക്ക് ഈ ജാം ബോക്സ് ഒക്കെ ഞാൻ പറഞ്ഞ പോലെ എല്ലാ പാട്ടിനെയും ഒട്ടുമിക്ക പാട്ടിനെയും കൂടെ നമുക്കിത് പ്ലേ ചെയ്യാൻ പറ്റും. കുഞ്ചു ഇടയ്ക്ക് പാടും, ഞങ്ങൾ ഇങ്ങനെ കൊട്ടും. സൺഡേ ഞങ്ങളുടെ ക്യാമറ പേഴ്സണിന്റെ കൂടെ ചിന്നു ആണ് ഞങ്ങളുടെ ക്യാമറ പേഴ്സൺ. ചിന്നു ആണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്. ഞായറാഴ്ച വേണ്ട ഞങ്ങൾ മൊബൈൽ ഫോണിലുള്ള അഭ്യാസം മാത്രമേ ഉള്ളൂ. ഞാനിങ്ങനെ പ്ലേ ചെയ്യും, ചിന്നു ഷൂട്ട് ചെയ്യും, കുഞ്ചു ചിലപ്പോൾ പാട്ട് പാടും. അതെ, അതാണ് ചിലതൊക്കെ അങ്ങനെ വരുന്നത്. ഇത് ഞാൻ പറഞ്ഞില്ലേ ക്ലാബ് ബോക്സ്, ഇതിനൊക്കെ പ്രത്യേകിച്ച് ഇതൊക്കെ നമുക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് പ്ലേ ആവും, കുഴപ്പമില്ല. ജാം ബോക്സിന് അതിനും ഈ ക്ലാബ് ബോക്സിനും ഒരാൾ ഒരു പാട്ട് പാടിയാൽ നമുക്ക് കുറച്ചുകൂടി രസമാവും. കുഞ്ചു രണ്ടു വരി പാടിക്കുക ഒന്ന്. कागज के दो पंख लिखे उड़ा जाला हाय रे, जहाँ नहीं जाना था ये वही चला हाय रे, उमर का ये ताना बना समझ न पा रे, दुबा पे जो मोह माया नमक लगाए, देखे न वाले न जाने न दाए रे, दिशाहरा क्या बोका मोंटारे, दिशाहरा क्या बोका मोंटारे. ഇതൊരു ബാംബു പ്രോഡക്റ്റ് ആണ്. ഇതിന്റെ പ്രത്യേകത വെച്ചാൽ മഴയുടെ ശബ്ദം കേൾക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട സംഗീതോപകരണം ഞാൻ കാണിച്ചില്ല. ഇതാണ് ഈ ചിന്നുന്റെ വാട്ടർ ബോട്ടിലാണ്. ഇതിൽ ഒരു ദിവസം ഞാൻ വേറൊരു വാട്ടർ ബോട്ടിൽ നമ്മുടെ ഓഫീസിൽ, നമ്മുടെ സ്റ്റുഡിയോയിൽ, 24ന്റെ സ്റ്റുഡിയോയിൽ ന്യൂസ് വായിക്കുന്നതിന് മുമ്പ് കുറച്ച് സമയം അവിടെ ഇരുന്നപ്പോൾ ഒരു വാട്ടർ ബോട്ടിൽ കിട്ടി. ഇപ്പം ഞാൻ എടുത്തിട്ട് ഇങ്ങനെ കൊട്ടി, അത് ഞാൻ പിന്നെ കേൾപ്പിക്കാം. അത് കൊട്ടിയത് നല്ല രസമായിരുന്നു. അത് നമ്മുടെ ഒരു ക്യാമറമാൻ ഷൂട്ട് ചെയ്തിട്ട് അവൻ എനിക്ക് അയച്ചു തന്നു. ചേട്ടൻ ഇത് കേട്ട് നോക്കും, നല്ല രസമുണ്ട്. അപ്പം ഞാൻ കോട്ടാണ് ഇട്ടിരിക്കുന്നത്, റീഡിങ്ങിന് വേണ്ടി പോകാനാണ്, മൈക്ക് കുത്തിയിട്ടുണ്ട്, സ്റ്റുഡിയോയ്ക്കകത്താണ്. പക്ഷെ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് എനിക്ക് അയച്ചു തന്നു. ഞാനത് ഫേസ്ബുക്കിലിട്ടു, ധാരാളം ആളുകൾ കണ്ടു. ഇപ്പോൾ വന്നതല്ല, കുറച്ച് നാൾ മുമ്പ്. അത് നമ്മളുടെ ഓഫീസിൽ ആരോ, എനിക്കൊന്ന് പ്രജിൻ സി കണ്ണൻ ആണെന്ന് തോന്നുന്നു, പ്രജിൻ സി കണ്ണൻ അത് നമ്മുടെ ശിവമണിയില്ലേ അദ്ദേഹത്തിന് എത്തിച്ചു. എനിക്കൊന്ന് അദ്ദേഹത്തിൻ്റെ ഷെയർ ചെയ്താണ്, എങ്ങനെ അദ്ദേഹത്തിന് എടുത്തു, അദ്ദേഹം അത് ലൈക്ക് ചെയ്തു. അതെനിക്ക് പിന്നെ അവരയച്ചു തരികയും ചെയ്തു. അദ്ദേഹം ലൈക്ക് ചെയ്തു, ഒരു ലൈക്ക് അടിച്ച സാധനം. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കുറെ കാലം കഴിഞ്ഞിട്ട് വെറുതെ കഴിഞ്ഞ ദിവസം ഇങ്ങനെ രാവിലെ ഞങ്ങൾ രണ്ടുപേരും കൂടെ, ഞാൻ ഓഫീസിലൊക്കെ പോകാനൊക്കെ റെഡിയാകുന്ന കൂട്ടത്തിൽ ഇതവിട്ടിരുന്ന് ഞാനിങ്ങനെ കൊട്ടി. പുള്ളിക്കാരത്തി ക്യാമറയിൽ മൊബൈലിൽ ഷൂട്ട് ചെയ്തു. അത് ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടാണ്ട് 2-2.5 ലക്ഷത്തോളം ആളുകൾ അത് കണ്ടു. ഇതിൽ നിന്ന് പ്രത്യേകിച്ചാൽ ഇതിൽ കുറച്ച് വെള്ളം ഉണ്ടാവണം, കുറച്ച് വെള്ളം, ഫുൾ വെള്ളം അല്ല, കുറച്ച് വെള്ളം. ആ വെള്ളത്തിന്റെ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ഇതിന്റെ ശബ്ദം മാറും. ഇപ്പം
ഇതിപ്പോ ഞാനിന്നിട്ട് ഫേസ്ബുക്കിൽ ഇട്ടപ്പോഴേ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് ട്രെയിനിലെ മറ്റേ പാട്ട് പാടുന്നില്ലേ, ഇപ്പൊ ചെയ്യുന്ന ജോലിയെക്കാട്ടിലും നല്ലത് അതാണ് എന്ന് കുറച്ച് കാര്യമായിട്ട് ആളുകൾ പറയുന്നുണ്ട്. അപ്പം എന്തായാലും ഇപ്പോഴത്തെ ജോലിയുടെ കൂടെ വെറുതെ രസത്തിന് ഇത് കൊണ്ടുവന്നു. ഇതൊക്കെ ഒരു തമാശ, കാര്യമൊന്നുമില്ല. കേൾക്കും എന്നുള്ളതല്ലാതെ വേറെ എക്സ്പീരിയൻസ് ഒന്നുമില്ല. പക്ഷേ ആദ്യത്തെ അഭിപ്രായം ചിന്നുന്റെ അല്ലേ? സൺഡേ ആയി കഴിഞ്ഞാൽ രാവിലെ മോസ്റ്റ്ലി ഇതൊക്കെ രണ്ടുപേരും കൂടെ ഇവൻ പാടും, പുള്ളി കൊട്ടും, അല്ലെ പുള്ളി തനിയെ കൊട്ടും, പിന്നെ വീഡിയോ എടുത്ത് കൊടുക്കും. അത് നോക്കിയ അഭിപ്രായം പറയാ, എവിടെ തൊട്ട് എഡിറ്റ് ചെയ്ത് ഇടണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. അതൊക്കെ തന്നെയാണ് എന്റെ പരിപാടി. ജഡ്ജിങ് പാനലില്ല, ഒരു ജഡ്ജേ ഉള്ളൂ. ഈ ജഡ്ജ് അഭിപ്രായം പറയും, അതനുസരിച്ച് നമ്മൾ ഇടും. അല്ലെങ്കിൽ ഇവിടെ മോശം അഭിപ്രായമാണ് പിന്നെ നമ്മൾ ഇട്ടിട്ട് കാര്യമില്ല. അപ്പൊ ആദ്യത്തെ അഭിപ്രായം ഇവിടുന്ന് കിട്ടിയിട്ട് ഞാൻ എന്തെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാറുണ്ട്. ഞാൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. ഞാനൊരു QA ടെസ്റ്ററാണ്. ബന്ധമില്ല. ഇത് മാധ്യമപ്രവർത്തനമായിട്ടില്ല, ഇൻസ്ട്രുമെന്റ്സും ആയിട്ടും ഇല്ല. വേണമെങ്കിൽ ഒരു ഗാനമേള പറ്റും. നിർബന്ധിക്കുവാണെങ്കിൽ ചിന്നു 2 വരി പാടും. നിർബന്ധിക്കണം. പിന്നെ ഇടയ്ക്കൊക്കെ പാടാറുണ്ട്. അപ്പൊ നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ചുമ്മാ വെറുതെ 2 വരി പാടിക്കും. അത്രേ ഉള്ളൂ.